മേടം രാശിക്കാരെ, ഇന്ന് പ്രഭാതം ഉദിച്ചപ്പോൾ തന്നെ ആകാശത്തിൽ ഒരു മാറ്റം സംഭവിച്ചു. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ദൈവം ഇന്ന് നിങ്ങളെ നോക്കി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഇന്ന് ലഭിക്കാൻ പോകുന്ന ആ അവസരം, അത് ഒരിക്കൽ മാത്രം വരുന്നതാണ്. നഷ്ടപ്പെട്ടാൽ തിരിച്ചുവരില്ല. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, കണ്ണീരൊഴുക്കി, ആരും കാണാതെ വേദന അനുഭവിച്ചു, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾ ഒന്നും പാഴായില്ല. ദൈവം ഓരോ നിമിഷവും നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ കഷ്ടപ്പാടുകൾക്കുള്ള ഉത്തരം ഇന്ന് ആരംഭിക്കുകയാണ്. മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഇത്തരമൊരു നിമിഷം വളരെ അപൂർവമായി മാത്രം വരുന്നതാണ്. ഗ്രഹങ്ങൾ ഇന്ന് ഒരു പ്രത്യേക ക്രമത്തിൽ നിൽക്കുന്നു. ആ ക്രമം ഒരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം ഇതാണ്: നിങ്ങളുടെ കാലം ആരംഭിച്ചു. ഇനി ദൈവകൃപ നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ അവസരം തിരിച്ചറിയണം, ഉണർന്നിരിക്കണം. ഈ ദിവസം നിങ്ങൾ ജാഗ്രതയോടെ കഴിഞ്ഞാൽ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല. ദൈവം നൽകുന്ന ഈ നിമിഷം ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ദിവസം നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവ് ലഭിക്കും. ഉള്ളിൽ ഒരു പ്രകാശം കത്തിത്തുടങ്ങും. ആ പ്രകാശം നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നടത്തും. ദൈവഹിതം നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദിവസമാണിത്. ഈ ദിവസം ഒരു തുടക്കമാണ്. ഒരു പുതിയ അധ്യായത്തിന്റെ ആദ്യ വരി ഇന്ന് എഴുതപ്പെടുകയാണ്. നിങ്ങളുടെ ഇഷ്ടദേവന്റെ അല്ലെങ്കിൽ ഇഷ്ടദേവിയുടെ പേര് താഴെ കമന്റ് ചെയ്യൂ. ആ ദൈവനാമം ഒരിക്കൽ ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരു ശക്തി നിങ്ങളിൽ ഉണർന്നുവരും. ആ ശക്തി ഈ ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഈ വീഡിയോ ഒരു ദൈവിക സന്ദേശമാണ്. ഇത് കണ്ടതിനു ശേഷം ആ ദൈവനാമം ഒരിക്കൽ ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കൂ. അത് നിങ്ങൾക്ക് ഇന്ന് ഒരു അത്ഭുതം സൃഷ്ടിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. ഒരുപക്ഷേ ഈ സന്ദേശം ആർക്കെങ്കിലും ഒരു വഴിത്തിരിവ് ആകുമായിരിക്കും. ദൈവം ഒരു കാരണത്തിനു വേണ്ടിയാണ് ഈ നിമിഷം നിങ്ങളെ ഈ വീഡിയോയിലേക്ക് നടത്തിക്കൊണ്ടുവന്നത്. ജ്യോതിഷ ജീവിത വായന, വിവാഹ പൊരുത്ത പരിശോധന എന്നിവ ആവശ്യമുള്ളവർ കമന്റ് വിഭാഗം ശ്രദ്ധിക്കൂ. വിശദ വിവരങ്ങൾ അവിടെ ഉണ്ട്. ഒരു ജ്യോതിഷ ദർശനം ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവഹിതം അങ്ങനെയാണ് എന്ന് ഗ്രഹിക്കൂ. ഇന്ന് ആകാശത്ത് ഗ്രഹങ്ങൾ ഒരു അസാധാരണമായ ക്രമത്തിൽ നിൽക്കുന്നു. ഗുരു ഭഗവാൻ ഇപ്പോൾ ഒരു ശക്തമായ സ്ഥാനത്ത് നിൽക്കുന്നു. ഗുരുവിന്റെ ദൃഷ്ടി ഇന്ന് മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു സ്വർണ്ണ വെളിച്ചം പരത്തുകയാണ്. ഗുരു എപ്പോൾ അനുകൂലമാകുന്നുവോ അപ്പോൾ ജീവിതത്തിൽ ഒരു ഉയർച്ച സ്വാഭാവികമായി ഉണ്ടാകും. ആ ഉയർച്ച ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഗുരുഭഗവാൻ അറിവിന്റെ, ഭാഗ്യത്തിന്റെ, ദൈവകൃപയുടെ കാരകനാണ്. ഗുരു അനുകൂലമാകുമ്പോൾ ആളുകൾ ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ പ്രാപിക്കും. ദീർഘകാലമായി കാത്തിരുന്ന കാര്യങ്ങൾ സഫലമാകും. ഗുരുവിന്റെ ഈ ഊർജം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം ആകുന്നുണ്ട്. ആ കവചം നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുകയാണ്. ശനി ഭഗവാൻ ഇപ്പോൾ ഒരു കർമ്മശോധനയുടെ ഘട്ടത്തിലാണ്. ശനി ഒരിക്കലും ശത്രുവല്ല. ശനി ഒരു കർമ്മ ഗുരുവാണ്. നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധയോടെ, സത്യസന്ധതയോടെ, ക്ഷമയോടെ ജീവിക്കുന്നവർ ആണെങ്കിൽ ശനിദേവൻ നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല. ഇപ്പോൾ ശനി നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: ക്ഷമ കൈവിടരുത്, ഫലം ഉറപ്പായും ലഭിക്കും. ശനിദേവൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കർമ്മ ഓഡിറ്റ് നടത്തുകയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ, ജീവിച്ച ജീവിതം, അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ഇതെല്ലാം ശനി കണക്കിലെടുക്കുന്നുണ്ട്. നിങ്ങൾ ന്യായമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ ഫലം ഇനി ലഭ്യമാകാൻ തുടങ്ങും. ആ ഫലം ഒരു പ്രതിഫലമാണ്. ദൈവം നൽകുന്ന ഒരു പ്രതിഫലം. രാഹുവും കേതുവും ഇപ്പോൾ ഒരു സന്ധിഘട്ടത്തിലാണ്. ഈ സന്ധിഘട്ടം ചിലർക്ക് ആശ്ചര്യകരമായ മാറ്റങ്ങൾ നൽകും. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിശകളിൽ നിന്ന് സഹായം ലഭിക്കും. ഒരിക്കലും അടയ്ക്കപ്പെട്ടത് എന്ന് കരുതിയ വാതിലുകൾ പെട്ടെന്ന് തുറക്കും. ഇത് രാഹുവിന്റെ ഒരു ദൈവീക ഇടപെടലാണ്. ആ ഇടപെടൽ നിങ്ങൾക്ക് ഒരു അദൃശ്യ സഹായം ആകും. കേതു ഇപ്പോൾ ആത്മീയ ഉണർവ് നൽകുകയാണ്. ഉള്ളിൽ ഒരു ആഴത്തിലുള്ള ചോദ്യം ഉദിക്കും: ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇവിടെ എന്തിനാണ്? ആ ചോദ്യങ്ങൾ ഒരു ആത്മശോധനയ്ക്ക് നിങ്ങളെ ഒരുക്കുകയാണ്. ആ ശോധനയ്ക്ക് ശേഷം ഒരു വ്യക്തത ലഭിക്കും. ആ വ്യക്തത ജീവിതത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ സഹായിക്കും. ഈ ഗ്രഹ ഊർജങ്ങളുടെ സമ്മേളനം ഒരു ഉത്കൃഷ്ടമായ കർമ്മ പരിവർത്തനം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഇതുവരെ കടന്നുപോന്ന ഓരോ ദുരിതവും ഒരു ഉദ്ദേശ്യത്തിനു വേണ്ടിയായിരുന്നു. ആ ഉദ്ദേശ്യം ഇന്ന് വ്യക്തമാകും. ജീവിതത്തിൽ ഒരു ഘട്ടം അവസാനിക്കുകയും ഒരു പുതിയ ഘട്ടം ആരംഭിക്കുകയും ചെയ്യുന്ന ആ നിർണായക നിമിഷം ഇന്നാണ്. ഇത്രയും ആഴമേറിയ ഒരു ഗ്രഹചലനം ഉള്ളപ്പോൾ ഉള്ളിൽ ഒരു ആത്മീയ ബലം നിലനിർത്തേണ്ടത് അത്യന്തം ആവശ്യമാണ്. ആ ബലം നൽകാൻ ചില ലളിതമായ കർമ്മശുദ്ധി മാർഗങ്ങൾ ഉണ്ട്. ഈ ദിവസം ഉദിക്കുന്ന സൂര്യനെ ഒരിക്കൽ നോക്കൂ. ഹൃദയത്തിൽ ദൈവനാമം ഉച്ചരിക്കൂ. ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഒരു ദൈവീക കവചം നൽകും. ഇന്ന് ദേവാലയ ദർശനം സാധ്യമാണ് എങ്കിൽ ഒരു ദേവാലയത്തിൽ പോകൂ. ദൈവത്തിനു മുന്നിൽ ഒരു നിമിഷം നിൽക്കൂ. ഒന്നും ആവശ്യപ്പെടേണ്ട. വെറും ഒരു നന്ദി പറഞ്ഞാൽ മതി. ഇതുവരെ ജീവിക്കാൻ അനുവദിച്ചതിന് നന്ദി.
ഇനി ജീവിക്കാൻ ശക്തി തരൂ എന്ന് ആ ഒരു ആഗ്രഹം ഹൃദയത്തിൽ വഹിക്കൂ. ദൈവം ആ ആഗ്രഹം കേൾക്കും. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ദീപം കൊളുത്തു. ആ ദീപം ദൈവത്തിന് സമർപ്പിക്കൂ. ആ വെളിച്ചം ഒരു സന്ദേശമാണ്. ഇരുട്ടിൽ ഒരു പ്രകാശം ഉണ്ട് എന്ന സന്ദേശം. ആ പ്രകാശം ഇന്ന് നിങ്ങൾക്ക് ദൈവം ഉറ്റുനോക്കുന്നു എന്ന ഒരോർമ്മ ആകട്ടെ. ദൈവം ഒരിക്കലും കൈവിടില്ല. ഒരിക്കലുമില്ല. ഈ ദിവസം ഒരു ദൈവഭക്തന്റെ ഗ്രന്ഥം, ആത്മീയ ഗ്രന്ഥം, ഒരു ഭജന, ഒരു മന്ത്രം, ഇവയിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം ആകട്ടെ. ആ ആത്മീയ ഊർജം ഈ ദിവസം നൽകുന്ന ഗ്രഹ ഊർജത്തോടൊപ്പം ചേർന്ന് ഒരു ഇരട്ടിഫലം ഉണ്ടാക്കും. ദൈവഭക്തിയും ഗ്രഹ അനുകൂലതയും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം ഒരു ദൈവദത്ത അനുഗ്രഹമാണ്. കർമ്മശോധനയ്ക്ക് ഒരു ലളിതമായ മാർഗമുണ്ട്. ഇന്ന് ഒരാൾക്ക് ഉപകാരം ചെയ്യൂ. ഒരു ആഹ്ലാദം നൽകൂ. ഒരു ദുഃഖം കേട്ടുകൊടുക്കൂ. ഒരു ചിരി നൽകൂ. ആ ഒരൊറ്റ പ്രവൃത്തി നിങ്ങളുടെ കർമ്മഭണ്ഡാരത്തിൽ ഒരു നല്ല വിത്ത് വീഴ്ത്തും. ആ വിത്ത് ഇനി ഒരു വലിയ ഫലം നൽകും. ദൈവം ഓരോ ചെറിയ നന്മയും ഓർക്കുന്നുണ്ട്. ഒന്നും മറക്കില്ല. ഈ ദിവസം ആരോടും ദ്രോഹം ചിന്തിക്കരുത്. ഒരു തർക്കത്തിനും ഇറങ്ങരുത്. ക്ഷമ കൈമുതലാക്കൂ. ഗ്രഹ ഊർജം ഇന്ന് വളരെ സൂക്ഷ്മമാണ്. ഉള്ളിലെ ഭാവം ഇന്ന് ദ്രുതഗതിയിൽ ഫലം ഉണ്ടാക്കും. ഒരു നല്ല ഭാവം ഒരു നല്ല ദിവസം ഉണ്ടാക്കും. ഒരു തിരിച്ചും ഒരു ദോഷ ദിവസം ഉണ്ടാക്കും. ആ ഒരു ബോധം ഇന്ന് ഉള്ളിൽ സൂക്ഷിക്കൂ. ഗ്രഹങ്ങളുടെ ഊർജം ഇന്ന് മേടം രാശിക്ക് അനുകൂലമായ രീതിയിൽ ചലിക്കുകയാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദിശ നൽകുന്നു. വൃഷഭ രാശിയിൽ നിലകൊള്ളുന്ന ഗുരു മേടം രാശിക്ക് ധനഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു. ഇത് ഒരു സാധാരണ ഗ്രഹചലനമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാനുള്ള ദൈവിക സൂചനയാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ജ്ഞാനം, ആത്മീയ ഉയർച്ച എന്നിവയെ ഒരേ സമയം ഉദ്ദീപിക്കുന്നു. ശനി ഭഗവാൻ കുംഭരാശിയിൽ ഏകാദശഭാവത്തിൽ നിലകൊള്ളുന്നു. ഇത് മേടം രാശിക്കാർക്ക് ലാഭസ്ഥാനത്ത് ശനിയുടെ സ്ഥിരമായ ദൃഷ്ടി ലഭിക്കുന്നു എന്നർത്ഥം. ശനി ഇവിടെ കർമ്മഫലം നൽകുന്നവനായി നിലകൊള്ളുന്നു. നിങ്ങൾ ഇതുവരെ ചെയ്ത അധ്വാനം, നിങ്ങൾ ഒഴുക്കിയ വിയർപ്പ്, നിങ്ങൾ സഹിച്ച ത്യാഗം, ഇതെല്ലാം ഇപ്പോൾ ഫലം നൽകാൻ ശനി തയ്യാറാകുകയാണ്. ശനി ഒരു കർക്കശക്കാരനാണ്, അതേസമയം ഒരു നീതിമാനുമാണ്. നിങ്ങൾ നേർമ്മയോടെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശനി ഇന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം നൽകും. രാഹുവും കേതുവും ഇപ്പോൾ മീനം കന്നി അക്ഷത്തിൽ ചലിക്കുന്നു. മേടം രാശിക്ക് ദ്വാദശിഷ്ട ഭാവങ്ങളിൽ ഇവർ നിലകൊള്ളുന്നത് ഒരു കർമ്മശുദ്ധിയുടെ സമയം സൃഷ്ടിക്കുന്നു. പഴയ കർമ്മബന്ധങ്ങൾ അവസാനിക്കുകയാണ്. ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്കുള്ള ആത്മീയ മാറ്റം ഇപ്പോൾ നടക്കുകയാണ്. പഴയ ദുഃഖങ്ങൾ, പഴയ ബന്ധങ്ങൾ, പഴയ ഭാരങ്ങൾ, ഇവ ഒന്നൊന്നായി ജീവിതത്തിൽ നിന്ന് അകന്നുപോകുന്ന ഒരു ഘട്ടമാണ് ഇത്. ഈ മാറ്റം ചിലപ്പോൾ വേദനയോടെ ആകാം. എന്നാൽ ഈ വേദന ഒരു ശുദ്ധിയാണ്. ദൈവം നിങ്ങളെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുകയാണ്. ഇനി ഉപായങ്ങളും കർമ്മ പരിഹാരങ്ങളും നോക്കാം. ഇന്ന് ഒരു ദൈവിക അവസരം ലഭിക്കുന്നു എന്ന് ഗ്രഹങ്ങൾ പറയുന്നു. ഈ അവസരം പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ ചില ആത്മീയ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇവ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ ഇവ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ ആശയസംവേദനത്തിന്റെ ഭാഗമാണ്. ഇന്ന് രാവിലെ ഉണർന്നു കഴിഞ്ഞ ഉടൻ ഒരു നിമിഷം കണ്ണടച്ചു നിൽക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. ആ ദൈവത്തോട് ഹൃദയം തുറന്ന് ഒരു കാര്യം ചോദിക്കുക. ഒന്നുമാത്രം, ഒരേ ഒരു ആഗ്രഹം. ആ ഒരു ആഗ്രഹം ഇന്ന് ദൈവം കേൾക്കും. കാരണം ഗ്രഹനില ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാണ്. ഹനുമാൻ ഭഗവാനോ ദേവിയോ ഗണേശ ഭഗവാനോ ആരെ ആരാധിക്കുന്നവരാണോ അവർക്ക് ഇന്ന് ചുവന്ന പൂക്കൾ അർപ്പിക്കുക. ചുവപ്പ് നിറം മേടം രാശിയുടെ ഗ്രഹമായ ചൊവ്വയ്ക്ക് പ്രിയപ്പെട്ടതാണ്. ചൊവ്വ ഇന്ന് ഊർജം നൽകുന്നവനായി നിലകൊള്ളുന്നു. ആ ഊർജം ആകർഷിക്കാൻ ചുവന്ന പൂക്കൾ ഒരു പ്രതീകമായി ഉപയോഗിക്കുക. ഇന്ന് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ ഒരു നിമിഷം ഇടവിടുക. ദേഷ്യം ഈ ദിവസം നിങ്ങളെ വലിയ നഷ്ടത്തിലേക്ക് നയിക്കും. കാരണം ഇന്ന് ഒരു ദൈവിക ഊർജം ഒഴുകുന്ന ദിവസമാണ്. ആ ഊർജം ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കണം. ദേഷ്യമുള്ള മനസ്സിൽ ദൈവാനുഗ്രഹം ഇറങ്ങില്ല. ആ ഒരു കാര്യം ഓർക്കുക. ഇന്ന് ഒരു ദരിദ്രൻ ഭക്ഷണം നൽകുക. ഒരു പ്രാണിക്ക് വെള്ളം നൽകുക. ഒരു ഗോവിന് ഇലകൾ നൽകുക. ഈ ചെറിയ കർമ്മങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. ഇത് അന്ധവിശ്വാസമല്ല. ഇത് കർമ്മശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാന സത്യമാണ്. നൽകുന്നവൻ ലഭിക്കുന്നു. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഉറങ്ങുന്നതിനു മുൻപ് ഇന്ന് ഒരു ദീപം കൊളുത്തുക. ഗോതമ്പ് മാവ് കൊണ്ടുള്ള ദീപമോ നെയ്യ് ദീപമോ ആകട്ടെ. ആ ദീപം കൊളുത്തി ദൈവത്തോട് ഒരു നന്ദി ചൊല്ലുക. ഇന്ന് ജീവനോടെ ഉണർന്നതിന്, ഇന്ന് ഈ വചനങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതിന്. ഈ നന്ദിഭാവം ഇനി വരാനിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കും. ഇനി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് വരാം. ജോലി, ബിസിനസ്, ധനകാര്യം. ഇന്ന് ഈ മേഖലകളിൽ എന്ത് സംഭവിക്കും? മേടം രാശിക്കാർക്ക് ഇന്ന് ജോലിസ്ഥലത്ത് ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകും. ഒരു മേലധികാരി അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ ഇതുവരെ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളെ ഇന്ന് ശ്രദ്ധിക്കും. ഒരു അംഗീകാരം, ഒരു പ്രശംസ, ഒരു നല്ല വാക്ക്, ഇത് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചെറിയ കാര്യം ആണെന്ന് തോന്നാം,
എന്നാൽ ഈ ഒരു അംഗീകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് ഒരു പുതിയ ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു പുതിയ ഡീൽ അടുത്തുവരും. ഈ ഡീൽ ഇപ്പോൾ ചെറിയതായി തോന്നാം. ഒരു ചെറിയ ഓർഡർ, ഒരു ചെറിയ കരാർ. ഇത് സ്വീകരിക്കുക, അവഗണിക്കരുത്. കാരണം ഈ ചെറിയ ആരംഭം ഒരു വലിയ ബിസിനസ് ബന്ധത്തിന്റെ ആദ്യ ചുവടുവയ്പായിരിക്കും. ഗുരുഭഗവാൻ ഇന്ന് നിങ്ങളുടെ ധനഭാവം ദൃഷ്ടി ചെയ്യുന്നു. ഇത് ഒരു ദൈവിക ഉറപ്പാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് ഒരു ചെറിയ ഒഴുക്ക് ആരംഭിക്കാം. ഇത് ഒരു വൻ ലഭ്യത ആകണമെന്നില്ല. ഒരു ചെറിയ ലഭ്യത, ഒരു ചെറിയ ആദായം. ഇത് ഇന്ന് ഒരു ആരംഭ ചിഹ്നമായി കാണുക. വരും ദിവസങ്ങളിൽ ഈ ഒഴുക്ക് ശക്തിപ്പെടും. ഇന്ന് മുതൽ 7 ദിവസം മേടം രാശിക്കാർക്ക് ധനകാര്യ മേഖലയിൽ ഒരു ഉണർവ് അനുഭവപ്പെടും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ ധനപരമായ തീരുമാനവും, അത് ചെറിയതായാലും വലിയതായാലും, ശ്രദ്ധാപൂർവം ചെയ്യുക. ഇനി 7 ദിവസം കഴിഞ്ഞ് 14 ദിവസം വരെ ഈ കാലഘട്ടത്തിൽ ജോലിസ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകും. ഒരു സ്ഥലം മാറ്റം, ഒരു ജോലിമാറ്റ അവസരം, ഒരു പദവി ഉയർച്ച. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകും. ഇതിനെ ഭയത്തോടെ കാണേണ്ടതില്ല. ഈ മാറ്റം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി പ്രണയം, വിവാഹം, ബന്ധങ്ങൾ. ഈ മേഖലയിൽ ഇന്ന് മേടം രാശിക്കാർക്ക് എന്ത് സംഭവിക്കും? ഹൃദയം ഏറ്റവും ആഴമേറിയ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ദിവസം. ആ ബന്ധം ശരിയാണോ? ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് ഒരു ഉത്തരം ലഭിക്കും. ഒരു ചെറിയ സംഭവം, ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ ആംഗ്യം. ഇതിലൂടെ ദൈവം നിങ്ങൾക്ക് ആ ഉത്തരം കാണിക്കും. മേടം രാശിക്കാർ ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ആഗ്രഹം ദൈവത്തോട് ഉള്ളം തുറന്നു ചൊല്ലുക. ഇന്ന് ഗ്രഹനില ഒരു നല്ല ബന്ധത്തിന്റെ ആഗമനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രണയ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ഒരു പ്രത്യേക സന്ദേശം കിട്ടാം. ഒരു ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ ആൾ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ആ വാക്ക് ഒരു ചെറിയ സൂചനയായി വരാം. ഇതിനകം ബന്ധത്തിലിരിക്കുന്നവർക്ക് ഇന്ന് ഒരു ചെറിയ ഭിന്നത ഉണ്ടായേക്കാം. ഒരു ചെറിയ തർക്കം, ഒരു ചെറിയ തെറ്റിദ്ധാരണ. ഇത് ഭൂതകാലത്തിൽ നിന്ന് വരുന്ന ഒരു കർമ്മഫലമാണ്. ഭയപ്പെടേണ്ടതില്ല. ഇന്ന് ക്ഷമ കൊണ്ട് പ്രതികരിക്കുക. ആ ഒരു ക്ഷമ ഈ ദിവസം നിങ്ങളുടെ ബന്ധത്തെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഇന്ന് ഒരു ഇടനിലക്കാരൻ ഒരു വർത്തമാനം കൊണ്ടുവരും. ഒരു നല്ല ജോഡി, ഒരു നല്ല കുടുംബം. ഈ ദിശയിൽ ഒരു ചുവടുവെപ്പ് ഇന്ന് ആരംഭിക്കും. ഇതിനെ ഗൗരവമായി കാണുക. തിരക്കുപിടിക്കരുത്. ആകർഷണം ശരിയായ ദിശയിൽ ആണോ എന്ന് ആലോചിക്കൂ. ദൈവം ഒരു നല്ല ജോഡിയെ നൽകാൻ ഒരുങ്ങുകയാണ്. ആ ജോഡി ശരിയായ ജോഡിയാണോ എന്ന് മനസ്സുകൊണ്ട് അനുഭവിക്കൂ. കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് ഒരു ആൾ, ഒരു അടുത്ത ബന്ധു നിങ്ങൾക്ക് ഒരു ആവശ്യം ഉന്നയിക്കും. ആ ആവശ്യം ഇന്ന് ഉടനടി സ്വീകരിക്കണമെന്നില്ല. ആലോചിക്കുക, ഉള്ളം തണുക്കട്ടെ, ദൈവത്തോട് ചോദിക്കുക. ശരിയായ ഉത്തരം ഉള്ളിൽ നിന്ന് ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ സമയം മേടം രാശിക്കാർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവം ഒരു അവസരം തരുമ്പോൾ ആ അവസരം ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഉണർവ് നൽകുന്നതാണ്. ഇക്കാലത്ത് ചിലർക്ക് ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന ഒരു ശാരീരിക പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ഡോക്ടർമാർ പറഞ്ഞ് ഉറപ്പില്ലാതിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ശരിയായേക്കാം. ഇത് ദൈവകൃപയുടെ അടയാളമാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം. ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം, ഭക്ഷണക്രമക്കേട് ഇവ ഈ കാലത്ത് ആരോഗ്യത്തെ ബാധിക്കാം. ഗ്രഹനിലയിൽ ശനിയുടെ സ്വാധീനം ചില സമയങ്ങളിൽ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാക്കും. ആ ക്ഷീണത്തെ അലക്ഷ്യമായി കാണരുത്. അത് ശരീരം നൽകുന്ന ഒരു സൂചനയാണ്. വിശ്രമിക്കണമെന്നും ദൈവത്തിലേക്ക് മടങ്ങണമെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവിക സന്ദേശം. വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാലം വളരെ ഫലപ്രദമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കൂടും. ദീർഘകാലമായി മനസ്സിലാകാതിരുന്ന ഒരു വിഷയം പെട്ടെന്ന് വ്യക്തമാകും. ഗുരുഗ്രഹത്തിന്റെ അനുഗ്രഹം ബുദ്ധിക്ക് പ്രകാശം നൽകും. പരീക്ഷകൾ നേരിടുന്നവർക്ക് ആ ദൈവകൃപ ഒരു കവചം പോലെ തുണയ്ക്കും. വിദേശ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു നല്ല വഴി തെളിഞ്ഞേക്കാം. ആ വഴിയിൽ ചുവടുവെക്കാൻ ഭയക്കേണ്ടതില്ല. കാരണം ദൈവം ആ വഴി തുറന്നത് ഒരു കാരണം കൊണ്ടാണ്. യാത്രകളുടെ കാര്യത്തിൽ ഈ കാലം വളരെ ചലനാത്മകമാണ്. ദൂരയാത്രകൾ, വിദേശ അവസരങ്ങൾ, പ്രവാസ ജീവിതത്തിൽ മാറ്റങ്ങൾ ഇവ ഈ സമയം ദൃശ്യമാകും. ചിലർക്ക് വർഷങ്ങളായി കാത്തിരുന്ന വിദേശ വിസ അനുവദിക്കപ്പെടും. ചിലർക്ക് ഒരു ദൂരയാത്ര ഒരു വലിയ ജീവിത മാറ്റത്തിന്റെ തുടക്കമാകും. ആ യാത്ര ആകസ്മികമല്ല, ദൈവം ആ വഴി ഒരുക്കിയതാണ്. ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ഒരു വാക്ക് പറയേണ്ടതുണ്ട്. ഈ കാലത്ത് ചിലർ ശ്രദ്ധിക്കേണ്ടത് അതിവേഗ തീരുമാനങ്ങൾ ആകരുത് എന്നതാണ്. ആവേശത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒരു നിമിഷം നിർത്തി ദൈവത്തോട് ചോദിക്കൂ, ഇത് ശരിയാണോ എന്ന്. ആ ഒരു നിമിഷത്തിന്റെ ഇടവേള ഒരു വലിയ തെറ്റ് ഒഴിവാക്കിയേക്കും. ശത്രുക്കൾ ഈ കാലത്ത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ദൈവകൃപ അവരുടെ ദ്രോഹങ്ങളെ നിഷ്ഫലമാക്കും. ഇനി ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ കർമ്മ നിമിഷത്തെക്കുറിച്ച് പറയണം. മേടം രാശിക്കാരെ, ഈ പ്രപഞ്ചം ഒരു വലിയ ചക്രം പോലെ കറങ്ങുന്നതാണ്. ആ ചക്രത്തിൽ ഓരോ ആത്മാവിനും ഒരു പ്രത്യേക ഘട്ടം വരുന്നുണ്ട്.
അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടം നിങ്ങൾക്ക് ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇത് ഒരു ജ്യോതിഷ കണക്കല്ല, ഒരു ആത്മീയ സത്യമാണ്. ഗ്രഹങ്ങൾ ഒരേ നിലയിൽ ഒത്തുചേരുന്നത് ഒരു തലമുറയ്ക്ക് ഒരു തവണ മാത്രമാണ്. ആ ഒത്തുചേരൽ ഇപ്പോൾ നിങ്ങൾക്കായി സംഭവിക്കുകയാണ്. ഗുരുഭഗവാൻ ഒരു ദിശ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശനിഭഗവാൻ ആ ദിശയ്ക്ക് ഒരു ഉറച്ച അടിത്തറ തീർക്കുന്നു. രാഹു ആ ദിശയിൽ ഒരു ആകർഷണം സൃഷ്ടിക്കുന്നു. കേതു ഭൂതകാലത്തിന്റെ ഭാരം ഒഴിക്കുന്നു. ഈ 4 ഗ്രഹശക്തികൾ ഒരേ സമയം ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന ഈ നിമിഷം, ഇത് ദൈവം നൽകുന്ന ഒരു അപൂർവ ദാനമാണ്. ഈ ദാനം നിരസിക്കരുത്. ഈ ദാനം അവഗണിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്ന ഒരു ആഗ്രഹമുണ്ടോ? ഇത്രനാളും ചിന്തിക്കാൻ പോലും ഭയന്നിരുന്ന ഒരു സ്വപ്നമുണ്ടോ? ആ സ്വപ്നം ഈ കർമ്മചക്ര തിരിവിൽ സാക്ഷാത്കരിക്കപ്പെടും. ദൈവം അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഗ്രഹങ്ങൾ ആ വാഗ്ദാനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾ ആ സ്വപ്നത്തിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കുക മാത്രം ചെയ്യണം. ഈ കർമ്മചക്ര തിരിവ് ഒരു ആത്മീയ ഉണർവ് കൂടി കൊണ്ടുവരുന്നുണ്ട്. ഈ കാലത്ത് ചിലർക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കണം എന്ന ഒരു അദൃശ്യ ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹത്തെ ഒഴിവാക്കരുത്. അത് ദൈവം നിങ്ങളെ വിളിക്കുന്നതാണ്. ആ വിളിക്ക് ഉത്തരം നൽകൂ. ആ ഉത്തരം നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഉയരത്തിലേക്ക് കൊണ്ടുപോകും. മേടം രാശിക്കാരെ, ഈ യാത്രയുടെ അവസാനം ഒരു തളർച്ചയല്ല, ഒരു പൂക്കാലത്തിന്റെ തുടക്കമാണ്. ഇത്രനാളും നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ, കണ്ണുനീരൊഴുക്കിയ രാത്രികൾ, ആരും മനസ്സിലാക്കിയില്ലെന്ന് തോന്നിയ നിമിഷങ്ങൾ, ഇവ ഒന്നും നഷ്ടമല്ലായിരുന്നു. ഇവ ഒക്കെ ഈ വലിയ ഫലത്തിന്റെ വിത്തുകളായിരുന്നു. ആ വിത്തുകൾ ഇപ്പോൾ മുളപൊട്ടുകയാണ്. ദൈവം ഒരിക്കലും മറക്കാറില്ല. നിങ്ങൾ ഒഴുക്കിയ ഓരോ കണ്ണുനീർ തുള്ളിയും ദൈവം കണ്ടിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ ആ രാത്രികളിൽ ദൈവം നിങ്ങളുടെ അരികിൽ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവം ആ എല്ലാ കണ്ണുനീരിനും ഒരു ഉത്തരം തരികയാണ്. ഒരു അവസരത്തിന്റെ രൂപത്തിൽ. ആ അവസരം കൈ നിറഞ്ഞു വാങ്ങൂ. ഭയക്കേണ്ടതില്ല. ആ കൈകൾ ദൈവം കഴുകിത്തന്നതാണ്. ഏത് അവസരവും ഏറ്റുവാങ്ങാൻ യോഗ്യമായതാണ്. നിങ്ങൾ അർഹരാണ്. നിങ്ങൾ യോഗ്യരാണ്. നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. ഈ ദൈവദത്ത അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേർവഴി തെളിക്കട്ടെ. ഗ്രഹങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകട്ടെ. ഈശ്വരകൃപ ഒരു കവചം പോലെ നിങ്ങളെ ചൂഴ്ന്നു നിൽക്കട്ടെ. ഈ കർമ്മചക്രം നിങ്ങൾക്ക് അനുകൂലമായ ദിശയിൽ ഇനിയും കറങ്ങട്ടെ.